ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ പ്രസ്ഥാനം ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് അനുദിനം ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുന്ന കുരുവട്ടൂരിലെ ഇബ്ലീസ് ത്വരീഖത്ത് ഓരോ ദിവസവും പെരുമ്പടലാണ് പൊട്ടുകൊണ്ടിരിക്കുന്നത്. ഇബ്ലീസിനെ കുറെ വെളുപ്പിക്കാൻ നോക്കി. ഏതായാലും നമ്മൾ പണ്ടേ കേട്ടിരുന്നു, ഈ ഷെയ്ത്താനെ സേവിച്ച് നടക്കുന്ന ആളുകള് ഷെയ്ത്താന് അവരോട് എന്താണോ കൽപ്പിക്കുന്നത് അതിനനുസരിച്ച് അവർക്ക് ഷെയ്ത്താൻ ആടിക്കൊടുക്കേണ്ടി വരുന്നു. സമൂഹം മാറ്റി നിർത്തിയ ഏതെല്ലാം ടീമുകളുണ്ടോ, സമൂഹത്തിന്റെ മുന്നിൽ അവഹേളനം നേരിട്ട ടീമുകളെ മുഴുവനും ഷാളണിയിച്ച് സ്വീകരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഉരുവട്ടൂരുകൾ എത്തിയിരിക്കുകയാണ്. കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഏതൊക്കെ ടീമിനെ പോയി കണ്ടാണോ ഷാളണിയിച്ചത്, ഏതൊക്കെ ടീമിനെയാണോ സ്വന്തം ആലയത്തിലേക്ക് സ്വീകരിച്ച് ഷാളണിച്ച് സ്വീകരിച്ച് അവർക്ക് ശക്തി പകരാനും അവരുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ അവരിവിടെ വളർത്താൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നൊക്കെ പറഞ്ഞത് എന്ന് സമൂഹത്തിനെല്ലാം ബോധ്യപ്പെട്ടു. അങ്ങനെ ഓരോ ദിവസവും ഈ ഷെയ്ത്താനെ സേവിച്ച് ഷെയ്ത്താൻ പറയുന്നതിനനുസരിച്ച് അടിമപ്പെട്ട് നിൽക്കുന്ന കുരുവട്ടൂരികള് ഇപ്പൊ അവസാനം പെട്ടത് മടവൂർ കോട്ടയിൽ പോയി അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുന്നു കരുതിയാണ്ട് അങ്ങോട്ട് പോയിനി. ഏതായാലും സനാതന ധർമ്മം ഒക്കെ മുറുകെ പിടിച്ച് നടക്കുന്ന മടവൂർ കോട്ടയിലെ ആളുകളായതുകൊണ്ട് അവിടേക്ക് CH മുസ്തഫനെ ക്ഷണിച്ചു. ആരാ CH മുസ്തഫ മൗലവി എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. വിശുദ്ധമായ ഖുർആൻ സ്വന്തമായി വ്യാഖ്യാനിച്ച് മുഫസ്സിറുകൾ ഇതുവരെ പറഞ്ഞതിന് മുഴുവനും തള്ളി, ബുഖാരിയും മുസ്ലിമും തള്ളി, ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ തള്ളി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വിഷയങ്ങൾ മുഴുവനും തള്ളി, സ്വന്തമായി ഖുർആൻ നോക്കി ഡിക്ഷണറി നോക്കി സ്വന്തമായി അർത്ഥം വെച്ച് അവനിക്ക് തോന്നിയതുപോലെ ഖബർ ശിക്ഷയെ നിഷേധിച്ചു, ലൈലത്തുൽ ഖദറിനെ നിഷേധിച്ചു, അതുപോലെ തന്നെ സ്വർഗവും നരകവും അവനിക്ക് തോന്നിയതുപോലെ അവൻ വ്യാഖ്യാനിച്ചു. അതുപോലെ സ്ത്രീകളും പുരുഷന്മാരും സമത്വമുള്ളവരാണ് എന്ന് നിലക്ക് അവൻ ഇവിടെ വ്യാഖ്യാനിച്ചു. സ്ത്രീകളുടെ കൂട്ടത്തിലും നബിമാരും മുർസലീങ്ങളും ഉണ്ട് എന്ന് അവൻ വിശ്വസിപ്പിച്ചു. ഇങ്ങനെ തുടങ്ങി സമൂഹത്തിന്റെ മുന്നിൽ രണ്ടാം ചേകനൂരായി കടന്നു വന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നയാളാണ് ഈ CH മുസ്തഫ. ആ CH മുസ്തഫയെ ഷാളിട്ട് സ്വീകരിച്ച് ആനയിച്ച് പ്രസംഗിക്കാൻ അനുമതി കൊടുത്ത് അവൻ ആദരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഉരുവട്ടൂരികൾ എത്തിയപ്പോ അതിനെ ചോദ്യം ചെയ്ത് അവിടെ എന്ത് മറുപടി പറഞ്ഞാലും ഈ കാട്ടുവളപ്പിൽ നൗഷാദും കോമാട്ടുചാലിൽ അവന്റെ ഷെയ്ഖാവുന്ന കോമാട്ടുചാലിൽ അബ്ദുള്ളയും അടങ്ങുന്ന ഈ ഇബ്ലീസ് ത്വരീഖത്തുകാർ എന്ത് മറുപടി പറഞ്ഞാലും പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നൗഷാദ് തന്നെ ഇവിടെ പറഞ്ഞു വെച്ച പല പൊട്ടത്തരങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ കോമാട്ടുചാലിൽ അബ്ദുള്ള പറഞ്ഞു വെച്ച പല പൊട്ടത്തരങ്ങളും ഉണ്ട്. അതൊക്കെ ഇവിടെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുന്നത് നൗഷാദിനെ അറിയാം. അതുകൊണ്ട് തന്നെ നൗഷാദ് എന്ത് മറുപടി പറയുന്ന ആലോചിച്ച് അവസാനം അവൻ എന്ത് ചെയ്തു, തൗബ ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്ന രൂപത്തിൽ അവൻ അവതരിപ്പിച്ചു. അതും ഇപ്പം വലിയ പേടെല്ലാം പെട്ടിക്കണ. കാരണം CH മുസ്തഫ എന്ന് പറഞ്ഞു, ഞാൻ അങ്ങനെ തൗബ ചെയ്യാനൊന്നും പോയിട്ടില്ല, ഇൻഷാ നമുക്ക് കേൾക്കാം. അതിന്റെ മുമ്പ് നൗഷാദ് ഇന്നലെ പറഞ്ഞു വെച്ച ചില വിഷയങ്ങളുണ്ട്, അതൊന്ന് നമുക്ക് പൊളിച്ചടക്കേണ്ടതുണ്ട്, അതൊന്ന് സമൂഹത്തിന് കേൾപ്പിക്കേണ്ടതുണ്ട്. അതിലേക്ക് നൗഷാദ് പറഞ്ഞ വിഷയങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് ഓരോന്നോരോന്നായി കേൾക്കാം. മശായിഖിന്റെ ഹദറത്തിനെ കുറിച്ച് ആദ്യം ഒന്ന് പഠിക്കി. കാട്ടുവളപ്പിലെ മശായിഖന്മാരെ ഹദറത്ത് ഏതായാലും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണ്ട. മശായിഖന്മാർ ആരാണെന്നും അവരെ ഹദറത്ത് എന്താണ് എന്നും മശായിഖന്മാരെ നേരിട്ട് ശരിക്ക് ബന്ധപ്പെട്ട് അവരെ പരിചയമുള്ള മഹത്തുക്കളായ ഉലമായി ഞങ്ങൾക്ക് പഠിപ്പിച്ചെന്ന് മശായിഖന്മാർ ആരാന്നുള്ളത്. എന്നിട്ട് ഏതെങ്കിലും കാട്ട് കള്ളന്മാരോ അതല്ലെങ്കിൽ ഇബ്ലീസിന്റെ അടുക്കൽ നിന്ന് ഇജാദത്ത് സ്വീകരിച്ച് ഇബ്ലീസിനെ ഷെയ്ഖാക്കി കൊണ്ടുനടക്കുന്ന ഇബ്ലീസ് ത്വരീഖത്തുകാരോ ഞങ്ങൾക്ക് മശായിഖന്മാരെ പഠിപ്പിച്ചേണ്ടോ? ഞങ്ങൾക്ക് മശായിഖന്മാരെ നിങ്ങൾ പഠിപ്പിച്ച മശായിഖന്മാരേതാ? ഇബ്ലീസാണ്. ഇബ്ലീസും ഇബ്ലീസിന്റെ അനുയായികളല്ലേ നിങ്ങൾ പഠിപ്പിച്ച മശായിഖന്മാര്. ആ മശായിഖന്മാർ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് മശായിഖന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട വടകരവൂർ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട കക്കിടിപ്പുറം ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് അടക്കമുള്ള ഈ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയ മഹാന്മാരായ മശായിഖന്മാരെ ഞങ്ങൾക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നോടോ?
പിന്നെ ഇജ്ജ് ഏതെങ്കിലും കാട്ടുകള്ളന്മാരെ കുറിച്ചോ ഇബ്ലീസിനെ കുറിച്ചോ ഇബ്ലീസിന്റെ മറ്റു ശൈത്താൻ കുട്ടികളെ പറ്റി ഓല മശായിഖന്മാരായി സ്വീകരിച്ചു കാണ്ട് ഇജ്ജ് ഇവിടെ ഇബ്ലീസ് തരീഖത്ത് പഠിപ്പിച്ചെന്ന് അത് ഞങ്ങൾ പഠിക്കണമെന്നോ? അതിന് വേറെ ആള് നോക്കുകയാ. നിങ്ങളാരും ഞങ്ങളെ ശരീഅത്ത് പഠിപ്പിക്കണ്ട, നിങ്ങളാരും ഞങ്ങൾക്ക് നിയമവും പഠിപ്പിക്കണ്ട. ഞങ്ങൾക്ക് നിയമം പഠിപ്പിക്കാൻ ഞങ്ങളുടെ മശായിഖുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ സമസ്തന്റെ പ്രമേയം അനുസരിച്ചല്ലല്ലോ ഞങ്ങളടുത്തും. നിങ്ങളെന്തോ ഒരു പ്രമേയം ഉണ്ടാക്കിയിട്ട് അതിൽ നടക്കുന്നവരാ ഞങ്ങള്. അയ്യേ, ഒരിക്കലും നിങ്ങളെ ഞങ്ങൾ ശരീഅത്തോ നിയമോ പഠിപ്പിക്കണില്ല. അത് ഞങ്ങൾ പഠിപ്പിക്കാൻ വരുന്നില്ല. കാരണം ഇബ്ലീസിനോട് ഇസ്ലാമിന്റെ ശരീഅത്ത് പറഞ്ഞു കൊടുത്തിട്ട് എന്ത് കാര്യം? അള്ളാഹുവിനെ ധിക്കരിച്ചാണ്ട് ഇറങ്ങിയതല്ലേ. പടച്ചോൻ വരെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാകാതെ കിബിർന്നടിച്ച് ഇറങ്ങി പോകുന്നവനെ ഇബ്ലീസ്. ആ ഇബ്ലീസിനെ ഷെയ്ഖാക്കി സ്വീകരിച്ച് നടക്കണ എന്നോടും എന്റെ അനുയായികളോടും എന്റെ കോമാട്ടുചാലിൽ അബ്ദുള്ളനോടും മറ്റും ഞങ്ങൾ ഇസ്ലാമിന്റെ നിയമം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല ചങ്ങ. ഇസ്ലാമിന്റെ ശരീഅത്തോ അതല്ലെങ്കിൽ മറ്റു നിയമങ്ങളോ നിങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾ വരുന്നില്ല. അത് നിങ്ങളെ പഠിപ്പിച്ചിട്ട് എത്താ കാര്യം? ഞങ്ങൾ സാധാരണ ഇതൊക്കെ ജനങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധരിക്കുമല്ലോ എന്ന് കരുതുന്ന അവരെ തെറ്റിദ്ധാരണ മാറ്റാനാ ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾ ശ്രമിക്കുന്നത്. പിന്നെ സമസ്തന്റെ പ്രമേയം, നിങ്ങൾ സമസ്തന്റെ പ്രമേയം അനുസരിച്ച് നിങ്ങൾ നടക്കൂല. കാരണം സമസ്തന്റെ പ്രമേയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ മുൻകഴിഞ്ഞ മഹാന്മാരായ ഇമാമിങ്ങൾ എന്താണോ ഇവിടെ പഠിപ്പിച്ചത്, അവർ കിതാബുകളിലൂടെ എന്താണോ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്, ആ പഠിപ്പിച്ച വിഷയങ്ങൾ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കലാണ് സമസ്തന്റെ പ്രമേയത്തിലൂടെ. അല്ലാതെ സമസ്തന്റെ പ്രമേയം എന്ന് പറഞ്ഞുകൊണ്ട് നൂലുമ കെട്ടി ഇറക്കിയ വേറെ സാധനമൊന്നല്ല. സമസ്തന്റെ പ്രമേയം മുൻകഴിഞ്ഞ ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചതാ. ഇജ്ജ് മനസ്സിലാക്കിയത് സമസ്തന്റെ പ്രമേയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ നൂൽമ കെട്ടിയാണ്ട് സ്വന്തമായിട്ട് നിങ്ങൾ കീശയെ നിർത്തിക്കണം ഓരോന്ന് പറയണമാതിരി ഞങ്ങൾ എടുത്ത് ഉൾപ്പെടുത്തി പണ്ഡിതന്മാർ പറഞ്ഞു എന്നാ. നിങ്ങളതനുസരിച്ച് ജീവിക്കൂല. ഇമാമിങ്ങൾ പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കൂല. കാരണം ഇജ്ജനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ കിതാബ് പറഞ്ഞത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ജി അന്റെ ഷെയ്ഖാകുന്ന ഇബ്ലീസും ഇബ്ലീസിന്റെ കുട്ടിച്ചെയ്ത്തന്മാരും എല്ലാവരും കൂടിയാണ്ട് ഇങ്ങോട്ട് തൊള്ളേ തോന്നി വിളിച്ചു പറയേണ്ടത് അത് ഇസ്ലാമിന്റെ നിയമമല്ലല്ലോ, അത് നിങ്ങൾക്ക് സ്വീകാര്യമൊക്കെയല്ല. അതുകൊണ്ട് നിങ്ങൾ പഠിപ്പിക്കാനും വരുന്നില്ല. പറയുവാക്കി ഇതൊക്കെ പറഞ്ഞത് ഇപ്പൊ എന്തിനാ? CH മുസ്തഫ മൗലവി എന്ന് പറയുന്ന തനി രണ്ടാം ചേകനൂരായി കടന്നു വന്ന് രിദ്ദത്തിന്റെ വാദങ്ങൾ വരെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന മുസ്തഫ വന്നതിനെ ന്യായീകരിക്കാനാട്ടോ അപ്പൊ ഈ പറഞ്ഞതൊക്കെ. ഏതായാലും മുസ്തഫ വന്ന ഹദറത്ത് നൗഷാദ് ഒന്ന് വിശദീകരിക്കട്ടെ. ആ ഹദറത്ത് ഏതാണെന്നും ഒക്കെ ഒന്ന് വിശദീകരിക്കട്ടെ. മശായിഖിന്റെ ഹദറത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും വരാൻ പറ്റിയ സ്ഥലം, പ്രത്യേകിച്ച് സയ്യിദ് യഹ്യ അൽ ബുഖാരി തങ്ങൾ. അതെങ്ങനെ നൗഷാദ് ശരിയാവുക? മശായിഖിന്റെ ഹദറത്ത് എന്ന് പറഞ്ഞാൽ കണ്ട അലവലാദികൾക്ക് മുഴുവനും കയറി നിറങ്ങാനുള്ള സ്ഥലം, കണ്ട വഹാബികൾക്കും മൗദൂദികൾക്കും രിദ്ദത്ത് ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന രണ്ടാം ചേകനൂരായി കടന്നു വന്ന വിഭാഗത്തിനും എല്ലാവർക്കും കയറി നിറങ്ങാനുള്ള സ്ഥലമാണോ മശായിഖന്മാർ ഹദറത്ത് എന്ന് പറഞ്ഞാൽ? പറയണോ മറുപടി? എല്ലാരും വരും. ഹൈന്ദവ മതക്കാരി വരും, ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നവർ വരും, പലരും വരും. അതിറക്കടില്ലല്ലോ. എല്ലാവർക്കും കയറി വരാം. ആവർത്തിച്ച് പറയാം. എല്ലാവർക്കും അവിടെ കയറി വരാം. ഹൈന്ദവ മതക്കാർക്ക് കയറി വരാം, ക്രിസ്തു മതക്കാർക്ക് കയറി വരാം, എല്ലാവർക്കും കയറി വരാം. ഹൈന്ദവ മതക്കാർ കയറി വരുന്നത് പോലെയാണോ വഹാബി കയറി വരുന്നത്? ക്രിസ്തു മതക്കാർ കയറി വരുന്നത് പോലെയാണോ മൗദൂദി കയറി വരുന്നത്? സിഖ് മതക്കാരൻ കയറി വരുന്നത് പോലെയാണോ ചേകനൂരി സമ്പാദിച്ചവൻ കയറി വരുന്നത്? തങ്ങളാണ് അംഗീകരിച്ച എല്ലാവർക്കും കയറി വരാമെന്നോ അവിടുത്തെ നിയമ? തങ്ങൾ അംഗീകരിച്ച വഹാബിക്ക് നിങ്ങൾ ഷാൾട്ട് സ്വീകരിക്കുവോ? തങ്ങൾ അംഗീകരിച്ച മൗദൂദിനെ നിങ്ങൾ ഷാൾട്ട് സ്വീകരിക്കുവോ? ഇവിടെ ഇസ്ലാമിന്റെ ശരീഅത്തിനെ മുഴുവനും തള്ളിപ്പറഞ്ഞ്, വിശുദ്ധമായ ഖുർആനിന്റെ മുഫസ്സിറുകളെ മുഴുവനും തള്ളിപ്പറഞ്ഞ്, ഹദീസ് ഗ്രന്ഥങ്ങളെ മുഴുവനും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വിഷയങ്ങൾ മുഴുവനും സ്വന്തമായി ദുർവ്യാഖ്യാനം നടത്തി തോന്നിയതുപോലെ പുതിയൊരു മതം കൊണ്ടുവന്ന രണ്ടാം ചേകനൂരായ CH മുസ്തഫ, അവൻ ഹൈന്ദവ മതക്കാർ കയറി വരുന്നത് പോലെയാണോ? അവൻ ക്രിസ്തു മതക്കാർ കയറി വരുന്നത് പോലെയാണോ? മറുപടി പറയണം ഉഷാദെ. അങ്ങനെ അങ്ങോട്ട് വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഇനി CH മുസ്തഫ വന്നതിനെ കുറിച്ച് ഉഷാദ് ഒന്ന് പറയട്ടെ. ആത്മീയമായി ഇന്ന് കേരളത്തിൽ നേതൃത്വം നൽകുന്ന വലിയൊരു സയ്യിദാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് സയ്യിദ് അവറുകളെ ഒന്ന് കാണണം, അവരെ കൈയൊന്ന് പിടിക്കണം എന്ന് ഒരാൾ ആവശ്യപ്പെട്ടാൽ തീർച്ചയായും അത് നിരാകരിക്കുന്ന ആളല്ല ആര്? ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ. നൗഷാദിന്റെ കോട്ടിമാട്ടല ഇത് ഇങ്ങനെ എന്ത് ചെയ്യുക? സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുക. ഇവിടെ CH മുസ്തഫാനെ പറയണില്ല കേട്ടോ. CH മുസ്തഫാന്റെ പേര് പറയണില്ല. ഒരാള് വന്ന് ഇന്ന് കേരളത്തിൽ അറിയപ്പെട്ട വലിയൊരു ആത്മീയ നേതാവിന്റെ കൈ പിടിക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ അത് നിരാകരിക്കുന്നയാളല്ല ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ. അങ്ങനെ മുസ്തഫ പറഞ്ഞിട്ടില്ല. മുസ്തഫ പറഞ്ഞു പറയുന്നില്ല. പക്ഷെ അത് കേൾക്കുന്ന ആളുകൾക്ക് അങ്ങനെ തോന്നിപ്പിക്കുക.
ഏത് മുസ്തഫ CH മുസ്തഫ അങ്ങനെ പറഞ്ഞിട്ടാണ് വന്നത് തോന്നിപ്പിക്കുക. ഇവരോട് ചോദിച്ചപ്പോൾ പറയുന്നത് അങ്ങനെ മുസ്തഫ വന്ന് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോ, പക്ഷെ കേൾക്കുന്ന ആളുകൾക്ക് അങ്ങനെ തോന്നിപ്പോകും മുസ്തഫ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന്. എന്നിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിൽക്കുന്ന കപടനാണ് ഈ നൗഷാദ്. സത്യത്തിൽ CH മുസ്തഫ അങ്ങനെ പറഞ്ഞിട്ടേ അല്ല, പറഞ്ഞ് തെളിയിക്കാൻ നൗഷാദിന് കഴിയൂല. ബാക്കി പറയട്ടെ. പേരോടാളപ്പോ ഇയാളെക്കാട്ടും പേച്ചോയ ആള് തർക്കമൊന്നുമില്ല. മുസ്തഫ ആയാലും ഒക്കെ മൂപ്പര് ഇന്നലെ പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടില്ലേ? അടിസ്ഥാനം മശായിഖാണ്. മശായിഖ് പറഞ്ഞിടത്ത് നിൽക്കണം. അത് ഉസ്താദുമാരല്ല, നമുക്കൊരു ആത്മീയ ഗുരു വേണം. ഇതല്ലേ നിലപാടെ പ്രസംഗിച്ച് ഈ വാദത്തിൽ പോലും എത്തിയിട്ടില്ല പേരോടും ഹക്കീമൊന്നും. അപ്പൊ ഞങ്ങളാ ഒരു തെളിവും കൂടിയായി. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇന്നത്തെ ചരിത്രത്തിൽ ഏറ്റവും പേച്ചവരാണ് നിങ്ങൾ എന്നുള്ളതാണ്. അതിന്റെ ഒരു സാക്ഷ്യപത്രമാണ് ഇന്നലെ നടന്ന സംഭവങ്ങൾ. സമൂഹത്തിന് ബോധ്യപ്പെട്ടു, കറക്റ്റാണ് കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾ. നിങ്ങൾ ഇബിലീസിന്റെ അനുയായികളാണ്, നിങ്ങൾ ഇബിലീസ് ത്വരീഖത്തുകാരാണ് എന്നതിന് വ്യക്തമായ തെളിവാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചൊരു വ്യക്തി, ബുഖാരിയും മുസ്ലിമും അടക്കമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ മുഴുവനും പാള കിതാബുകളാക്കി ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ വ്യക്തി, ആഖിറത്തിലുള്ള വിശ്വാസവും ഖബർ ശിക്ഷയും അതുപോലെ തന്നെ ലൈലത്തുൽ ഖദ്ർ അടക്കമുള്ള ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയങ്ങൾ മുഴുവനും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞൊരു വ്യക്തി, ആ വ്യക്തിനെ നന്നാക്കി ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനേക്കാൾ നല്ലവൻ ഇവനാണത്രേ. അത് CH മുസ്തഫ. ഇത് ഇബ്ലീസ് പറയിപ്പിക്കണതല്ല ഇവരെ കൊണ്ട്. ഇത് ഏതൊരാൾക്കും ബോധ്യാകൂലേ? ഇത് ഇബ്ലീസിന്റെ ത്വരീഖത്തുകാരല്ലാതെ ഇങ്ങനെ പറയില്ലല്ലോ. കാരണം ചേകനൂരിനെ നന്നാക്കാണ് ഇപ്പം പേര്. ഏതായിരുന്നാലും നൗഷാദിന്റെ വക CH മുസ്തഫ അവിടെ വന്നത് എന്തിന്റെ പേരിലാണ് എന്നുള്ള പച്ചക്കളവുണ്ടല്ലോ, അത് ആദ്യം നൗഷാദ് ഒന്ന് പറയട്ടെ. അവിടെ എന്തൊക്കെയാ നടന്നത് എന്നുള്ളത് നൗഷാദ് പറയട്ടെ. എന്നിട്ട് നമുക്ക് CH മുസ്തഫാനെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കാം എന്താ സംഭവിച്ചത് എന്നുള്ളത്. സയ്യിദ് യഹ്യൽ ബുഖാരി തങ്ങളെ ആത്മീയ നേതാവായി അംഗീകരിച്ചുകൊണ്ട് വരാൻ വേണ്ടി സമ്മതം ചോദിക്കുന്നു, സമ്മതം കൊടുക്കുന്നു. അത് തന്നെ തങ്ങളെ മുമ്പിൽ വന്ന് അദ്ദേഹം അംഗീകരിച്ചു കൊടുക്കുന്നു. നൗഷാദ് ഏതായാലും ഇബ്ലീസ് ത്വരീഖത്തിന്റെ മുരീദാണ്. നൗഷാദിന്റെ ഷെയ്ഖ് ഇബ്ലീസ് ആണ്. ഇവരെ ത്വരീഖത്ത് ഇബ്ലീസ് ത്വരീഖത്താണ് എന്നുള്ളത് കൊണ്ട് നൗഷാദ് പറഞ്ഞത് കളവാകാനേ സാധ്യത ഉള്ളൂ. ഏതായിരുന്നാലും ഇവൻ പറഞ്ഞതിനെ കളവാക്കിക്കൊണ്ട് സാക്ഷാൽ CH മുസ്തഫ മൗലവി പറയട്ടെ എന്താ സംഭവിച്ചതെന്നുള്ളത്. എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള യഹ്യൽ ബുഖാരി എന്ന വടിത്തങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു സൂഫി ആചാര്യനുണ്ട്. അദ്ദേഹം കാസർഗോഡാണ്. അപ്പൊ അദ്ദേഹം എന്നെ കുറേയായി അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാപനമുണ്ട്, മടവൂർ കോട്ട എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്. കുറേയായി ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 6 മാസം മുമ്പ് ഞാൻ അവിടെ പോകേണ്ടതായിരുന്നു, പക്ഷെ ചില കാരണങ്ങളാൽ പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നമുക്ക് പോകാൻ പറ്റുമോ, നിങ്ങൾക്ക് 1-ാം തീയതി ഉണ്ടാവോ എന്ന് ചോദിച്ചു. ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയതാണ്. ഇതിലിപ്പോ ആര് പറഞ്ഞതാ സത്യം, ആര് പറഞ്ഞതാ കളവ് എന്നുള്ള ബൽ രണ്ടാളും തന്നെ തീരുമാനിക്കട്ടെ. കാരണം രണ്ടും ഇബ്ലീസിന്റെ ആൾക്കാരാണ്. ഒന്ന് ഇബ്ലീസ് ത്വരീഖത്തിന്റെ മുരീദാണ്, മറ്റൊന്ന് ചേകന്നൂരി സൈറ്റ് നടക്കുന്ന ആളാണ്. ആര് പറഞ്ഞ സത്യം ബൽ തീരുമാനിക്കട്ടെ. ഇവൻ പറയണെന്ത്, ഞാൻ ഇന്ന കുറെ കാലമായി അയാൾ അവർക്ക് വിളിക്കണ്, ഞാൻ 5-6 മാസം മുന്നേ പോകേണ്ട ആളേനി, പക്ഷെ എനിക്കിപ്പോഴാ പോകാൻ ഒഴിവിട്ട് ഇന്നലെ അദ്ദേഹത്തിന്റെ ശിഷ്യനെ വിളിച്ചു, പോകല്ലേ എന്ന് ചോദിച്ചു, അങ്ങനെ പോയതാണെന്ന് ഇയാള്. നൗഷാദ് പറഞ്ഞു ഇയാൾ വിളിച്ചു കാണ്ട് ഞാൻ നിങ്ങളെ ഷെയ്ഖായി അംഗീകരിക്കാൻ തയ്യാറാണ്, ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് സമ്മതം ചോദിച്ചിട്ട് വിളിച്ചതാണെന്ന് നൗഷാദ്. ഞങ്ങൾ ഇപ്പൊ ആര് പറഞ്ഞതാ വിശ്വസിക്കേണ്ടത്? ഈ ചേകനൂർ ബാധിച്ച് ഇപ്പം പറഞ്ഞത് വിശ്വസിക്കണോ, അല്ല ഇബ്ലീസിന്റെ ത്വരീഖത്തുകാരനായ അന്ന വിശ്വസിക്കണോ? ആരപ്പം ഞങ്ങൾ വിശ്വസിക്കേണ്ടേ? ഈ പടം വന്നിട്ട് എന്താ സംഭവിച്ചതെന്നല്ലേ അത് നൗഷാദ് പറയട്ടെ, എന്നിട്ട് ഇയാളെ കൊണ്ട് പറയിപ്പിക്കാം നമുക്ക്. തങ്ങൾ അവിടെ കൃത്യമായി മജ്ലിസിന് മുമ്പിൽ ഇരുന്നപ്പോ, മജ്ലിസ് നടക്കുന്നതിന് മുമ്പ് തങ്ങൾ ഇരുന്നല്ലോ, കൃത്യമായി ഓരോ ഹദീസുകൾ എടുത്തുകൊണ്ട് തന്നെ പഠിപ്പിക്കുകയാണ്. ഞാനുണ്ട്, ഷെയ്ഖുൻ, ഞങ്ങളെല്ലാരും ഉണ്ട്. ഈ ഹദീസിൽ വിശ്വസിക്കണട്ടോ, ഇത് വിശ്വസിക്കാത്തവൻ കാഫിറാണ്. നിങ്ങൾ അയാൾക്ക് പറയണ കുറ്റുണ്ടല്ലോ, അതൊക്കെ കൃത്യമായി തങ്ങൾ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. തങ്ങൾ അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല അത് കാണിക്കണം എന്നുമായി തങ്ങള്. എങ്ങനെ കാണിക്കല്? ഷാദുലി റാത്തീബിന്റെ മജ്ലിസിലിരിക്കണം. ഇതൊന്ന് കേട്ടൊക്കെയാണ് നിങ്ങള് തലേ കെട്ടും കെട്ടിക്കാണ്ട് പാച്ച നോണ വിളിച്ചു പറയണ്.
ഇവ ഒക്കെ അംഗീകരിച്ചത്രേ. അംഗീകരിച്ചു എന്നുള്ള തെളിയിക്കണം. എങ്ങനെ? ഷാദ്ലി റാത്തിയിൽ പങ്കെടുക്കണം. ഇനി നമ്മൾ CH മുസ്തഫാണ് ചോദിച്ചു നോക്കുക, ഇജ് ഇത്ര കാലം വരെ പ്രസംഗിച്ചതൊക്കെ അവിടെ പോയി തിരുത്താൻ വേണ്ടി തയ്യാറായണോ എന്ന് നമ്മൾ CH മുസ്തഫാണ് ചോദിച്ചു നോക്കുക. CH മുസ്തഫ, ഇജ് ഖുർആൻ അകമ്പൊരുൾ എന്ന് പറഞ്ഞാണ്ട് ഇത്ര കാലം വരെ ഇജ് പലതും ഇവിടെ പ്രസംഗിച്ചാണ് നീയല്ലോ, അതൊക്കെ ഇജ് ഇന്നലെ മടവൂർ കോട്ടയിൽ പോയാണ്ട് തിരുത്താൻ തയ്യാറായണോ മുസ്തഫ? ഇജൊന്ന് പറഞ്ഞ. അകമ്പൊരുൾ ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ആ ആശയങ്ങൾ അന്നും ഇന്നും ഒക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്റെ ബോധ്യങ്ങളാണ്. ആ ബോധ്യങ്ങൾ ഞാൻ അടിയുറച്ച് നിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, യഹ്യൽ ബുഖാരി തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ എന്റെ പ്രഭാഷണങ്ങൾ മറ്റുള്ളവർ കേൾക്കണമെന്ന് ആഗ്രഹിക്കുകയും അത് നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ആളായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ അവിടെ പോയി അല്ല മുസ്തഫ, അപ്പജി തിരുത്തിയിട്ടൊന്നുമില്ലേ? അന്റെ പ്രസംഗങ്ങൾ ബഹുമാനപ്പെട്ട യഹ്യൽ ബുഖാരി തങ്ങൾ ഇജ്ജി ഖുർആനെതിരെ, ഖുർആൻ മുഫസ്സിരീങ്ങൾ പറഞ്ഞതിനെതിരെ പ്രസംഗിക്കുന്നതൊക്കെ തങ്ങൾ സമൂഹത്തെ കേൾപ്പിക്കാൻ വേണ്ടി ഉപദേശിക്കലുണ്ടെന്നോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പൊ സർവ്വമത സത്യവാദത്തിലേക്കാണോ നിങ്ങളെ പോക്ക് മുഴുവനും? മടവൂർ കോട്ടന്റെയും ഈ VH മുസ്തഫാന്റെയും എല്ലാരും പോക്ക് ഇപ്പൊ അങ്ങോട്ടാണോ? ഏതായാലും ഇജ്ജ് തോബ ചെയ്ത് മടങ്ങിയാണപ്പോ, തോബ ചെയ്യാനൊപ്പാണ് അങ്ങോട്ട് പോയത്? ഇജ്ജൊന്ന് പറഞ്ഞ സമൂഹത്തോട്. ഞാൻ തൗബ ചെയ്യേണ്ടുന്ന എന്തെങ്കിലും പാപമോ തെറ്റോ ചെയ്യുന്ന ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് തൗബ ചെയ്യുക എന്നുള്ളത് എന്റെ സ്വകാര്യമായ ഒരു സംഗതിയാണ്. അതാ, അപ്പൊ അതും സ്വാഹ, തോബയും സ്വാഹ. എന്റെ കാട്ടുവളപ്പിൽ നൗഷാദ്, ഇജ് ആ മംഗലാപുരത്ത് പോയാണ്ട് തലകെട്ടും കെട്ടി നുണ പറഞ്ഞത് മുഴുവൻ ഇപ്പൊ CH മുസ്തഫ ആകെ പൊളിച്ച് കൈ തന്നല്ലോ. ഇനിയിപ്പോ ഞങ്ങളിപ്പോ ഇതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ല. CH മുസ്തഫ എന്നെ പറയാണ് ഇജ്ജ് പറഞ്ഞ നോണയാണ്, ഞാൻ തോബ ചെയ്യാൻ പോകേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. കാരണം ഞാൻ അകമ്പൊരുളെന്നും പറഞ്ഞിക്കാണ്ട് ഇവിടെ ഈ വക്രീകരിച്ച് ഈ ദുർവ്യാഖ്യാനിച്ച് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ എന്റെ ബോധ്യങ്ങളാണ്. അത് എന്ന് മാത്രല്ല, ഈ സർവമത സത്യവാദം വിളിച്ചു പറയുന്ന ബഹുമാനപ്പെട്ട സയ്യിദ്ന മുആവിയ റളിയല്ലാഹു അടക്കമുള്ള സ്വഹാബത്തിനെ മുഴുവനും തള്ളി പറയുന്ന വിശുദ്ധമായ ഖുർആനിന്റെ ഇന്നേ വരെയുള്ള മുഫസ്സിറുകൾ വിശദീകരിച്ച് മുഴുവനും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ ബുഖാരി മുസ്ലിം അടക്കമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ മുഴുവനും അതൊക്കെ പാള കിതാബുകളാക്കിയിട്ട് വലിച്ചെറിഞ്ഞ രണ്ടാം ചേകനൂരായി കടന്നു വന്ന മുസ്തഫ, ഖബറിലെ ശിക്ഷയും അതുപോലെ തന്നെ ആഖിറത്തിനെ കുറിച്ചുള്ള മറ്റുള്ള വിശ്വാസങ്ങളും ലൈലത്തുൽ ഖദർ അടക്കമുള്ള വിശ്വാസങ്ങളും അത് മുഴുവനും അന്ധവിശ്വാസങ്ങളാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന CH മുസ്തഫ, അതായത് യഥാർത്ഥ ചേകനൂരിന്റെ രണ്ടാമത്തെ അനുയായി കടന്നു വന്ന ഈ മുസ്തഫയുടെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ യഹ്യൽ ബുഖാരി തങ്ങൾ അനുയായികളെ കൊണ്ട് ഉപദേശിക്കാറുണ്ടായിരുന്നു എന്ന് CH മുസ്തഫയ പരസ്യമായി സമൂഹത്തിന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞത്. ഇത് മറുപടി പറയേണ്ടത് കുരുവട്ടൂരികളാണ്. സമൂഹത്തിന്റെ മുന്നിൽ മറുപടി പറയണം. നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ സംശയങ്ങളുണ്ട്. ഇവൻ പറയുന്നത് സത്യമാണെങ്കിൽ മുമ്പ് ചില സൂഫികൾ നിങ്ങൾ അടുക്കൽ വന്നിരുന്നല്ലോ, സർവമത സത്യവുമായി കടന്നു വന്ന ചില സൂഫികൾ, അവരും ഈ CH മുസ്തഫയും അതുപോലെ നിങ്ങളിപ്പോൾ കൊണ്ട് നടക്കുന്ന മറ്റു ചിലരും എല്ലാവരും കൂടിയിട്ട് സർവമത സത്യവാദവും അതുപോലെ തന്നെ ചേകനൂർ സത്യന്റെ ആശയങ്ങളും അതുപോലെ ഷിയ വിശ്വാസങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിക്കാനുള്ള ഗൂഢമായ തന്ത്രങ്ങളാണ് നിങ്ങൾ മെനഞ്ഞുണ്ടാക്കുന്നത് എന്ന് യഥാർത്ഥത്തിൽ ഞങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ വിഷയങ്ങൾക്ക് മറുപടി പറയേണ്ടത് കുരുവട്ടൂരിലെ ഇബ്ലീസിന്റെ അനുയായികളാകുന്ന ഇബ്ലീസ് ത്വരീഖത്തുകാർ, അതിന്റെ ഇബ്ലീസിന്റെ കോളാമ്പിയായ നൗഷാദും ടീമുമാണ് ഇതിന് മറുപടി പറയേണ്ടത് എന്ന് സമൂഹത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു. കുരുവട്ടൂരികൾ ഇതിന് മറുപടി പറയൽ ബാധ്യസ്ഥരാണ് എന്നുള്ളത് ഞങ്ങൾ വീണ്ടും ഉറപ്പെടുത്തുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ പയ്യോളിയിൽ ഒരു പാവപ്പെട്ട കുടുംബം വീട് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ഫോട്ടോ ആണ്. വളരെ പാവപ്പെട്ട കുടുംബമാണ്. ഈ സ്ഥലം തന്നെ വാങ്ങിയത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ്. വെള്ളം നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണത്. അവിടെ മണ്ണിട്ട് നികത്തിയാൽ മാത്രമേ വീട് വെക്കാൻ സാധിക്കുകയുള്ളൂ. 3 ചെറിയ മക്കളാണുള്ളത്. കൂലിപ്പണിക്ക് പോയി നിത്യജീവിതം പുലർത്തുന്ന ഒരു കുടുംബമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വാടക വീട്ടിലാണ് ഇപ്പോൾ അവർ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് പോകാൻ വേണ്ടി വാടകക്കാരൻ, അതിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നുണ്ട്. അത്രയേറെ ഒരു പ്രയാസത്തിൽ എവിടെ പോകുമെന്നൊന്നും അറിയാതെ വല്ലാതെ വിഷമിച്ച് നിൽക്കുകയാണ്. അവർക്കിപ്പോൾ ഒരു 3 ലോഡ് കല്ല് കിട്ടിയാൽ, അതിൻ്റെ സിമൻറ്റും കിട്ടിയാൽ അവർക്കൊരു
അടിത്തറ പാകാം എന്ന ആഗ്രഹമുണ്ട്. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരെ കയ്യിൽ യാതൊരു നിവൃത്തിയുമില്ല, വളരെ പ്രയാസമാണ്. അതെത്രയും പെട്ടെന്ന് തന്നെ നടക്കേണ്ടതുണ്ട്. കാരണം വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. മാത്രവുമല്ല, റോഡിന് വേണ്ടി പോകുന്ന സ്ഥലമാണ് ഈ വാടകയ്ക്ക് താമസിക്കുന്നത്. അത് എളുപ്പത്തിൽ തന്നെ ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. ആ സമയത്ത് എവിടെ പോകും, എന്തു ചെയ്യുമെന്നറിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. ഇവരുടെ കയ്യിൽ ഈ ഒരു 4 സെന്റ് സ്ഥലം മാത്രമാണുള്ളത്. അവിടെ ഒരു തറ കെട്ടിയാൽ അവർക്ക് സുഖമായി അവിടെ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് താമസിക്കാം. അതിന് 3 ലോഡ് കല്ല് ആവശ്യമുണ്ട്, അതിൻ്റെ സിമൻറ്റും ആവശ്യമുണ്ട്. കഴിയുന്നവരൊക്കെ യാതൊരു മടിയും കൂടാതെ ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ നിങ്ങളുടെ സ്വതക്ക ഇതിനു വേണ്ടിയാവട്ടെ. ഇനി ആർക്കെങ്കിലും നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വല്ലതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പറുമായി ബന്ധപ്പെട്ടാൽ, ഗൂഗിൾ പേ നമ്പറാണ്, അതിൽ ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വരാവുന്നതാണ്, കാണാവുന്നതാണ്, ബോധ്യപ്പെടാവുന്നതാണ്. വളരെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം ഈ വിശുദ്ധമായ ബലിപെരുന്നാൾ കഴിയുന്നതോടുകൂടി തറയുടെ പണി നടത്താൻ ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും, അത് കല്ലായോ പണമായോ സിമൻ്റായോ എങ്ങനെയാണോ നിങ്ങളെ കൊണ്ട് സാധിക്കുക അതൊക്കെ ചെയ്ത് ഈ പാവപ്പെട്ട കുടുംബത്തെ സന്തോഷിപ്പിച്ച് രക്ഷപ്പെടുത്തണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ വേദികളിൽ വെച്ചും എല്ലാ നല്ല സദസ്സുകളിൽ വെച്ചും നിങ്ങൾക്ക് പ്രത്യേകം ദുആ ഉണ്ടായിരിക്കും എന്ന് ഉണർത്തി വിനീതൻ അബു ഹിബ അഷ്റഫി പയ്യോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.